കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ച് കീറുന്ന ചെന്നായ്ക്കളാകും. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയും. ഈ പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന ദൈവവചന ഭാഗം ഇതാണ്. മിക്കവാറും അതിൻ്റെ 15-ാം വാക്യത്തിലായിരിക്കും നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. അവിടെ നിന്ന് കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള കർത്താവിൻ്റെ മുന്നറിയിപ്പ്, അതാണ് നമ്മൾ ധ്യാനിക്കുവാനായി താല്പര്യപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയിലെ അനേക ഇടങ്ങൾ യാത്ര ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശുശ്രൂഷപരമായി ക്ഷണം സ്വീകരിച്ച് പലയിടങ്ങളിൽ ഞാൻ യാത്ര ചെയ്ത് പല ചർച്ചുകളിൽ പോയി ശുശ്രൂഷിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് കൃപയാൽ ഇളിവനായി എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പൊതുവെ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ പലയിടങ്ങളിലും കണ്ട പല കാര്യങ്ങൾ എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ പഥ്യ ഉപദേശങ്ങളിൽ നിന്ന് കുറേ വർഷങ്ങളായി, കൃത്യം കണക്കെനിക്ക് പറയാൻ കഴിയുകയില്ല, ഒരു 30-40 വർഷങ്ങൾ എങ്കിലും ആയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവസന്നിധിയിൽ വരുന്ന ദൈവമക്കളുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് മാറ്റിക്കളയുന്ന ദൂതുകളാണ് പലയിടങ്ങളിലും കേൾക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ക്ഷണം സ്വീകരിച്ച് ഒരു സ്ഥലത്ത് ചെന്നു. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ വചനം വളരെ ശാന്തമായിട്ട് അവരോട് പറഞ്ഞു. അത് ദീർഘദിവസങ്ങളിലെ ഒരു പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ യോഗമായിരുന്നത് കൊണ്ട് അവിടെയുള്ള കർത്തൃദാസൻ ഒരുക്കിയ രാത്രി ഭക്ഷണം കഴിക്കുവാനായിട്ട് ഞാനും കുടുംബവും ഒക്കെ അവിടെ ഇരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. ഈ ദീർഘനാളുകളുടെ ഈ പ്രാർത്ഥനയിൽ ഓരോ ദിവസവും വ്യത്യസ്ത ദൈവത്തിൻ്റെ ദാസന്മാരെ ക്ഷണിച്ചു വരുത്തുമ്പോൾ ഇതിനകത്ത് പ്രശ്നമുണ്ടാകത്തില്ലേ? ഒരാൾ പറയുന്നത് മറ്റേയാൾ പറയുന്നതുമായിട്ട് യോജിക്കാതെ വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകത്തില്ലേ? അദ്ദേഹം അതിന് എന്നോട് പറഞ്ഞ മറുപടി, ഇന്നലെ പറഞ്ഞ ആള് പറഞ്ഞതിന് വിപരീതമായിട്ടാ പാസ്റ്റർ പറഞ്ഞത്. അപ്പൊ എൻ്റെ ഉള്ളത്തിൽ വന്നത്, പിന്നെ എന്തിനാണ് ഈ എല്ലാവരെയും വിളിക്കുന്നത്?
അപ്പം അങ്ങനെ ഞങ്ങളുടെ സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് യാദൃച്ഛമായിട്ട് ചോദിച്ചു, അടുത്ത് വരുന്ന ആളുകൾ ആരാണ്? അപ്പോൾ അദ്ദേഹം ഒരാളുടെ പേര് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ അത്ര പരിചയമില്ല. അപ്പം ഞാൻ ചോദിച്ചു, വചനമൊക്കെ പറയുമോ? ആ വചനവും പറയും, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പാക്കേജ് ഡീലാ. അപ്പം എനിക്കാളിനെ അറിയില്ല. എന്നാലും എൻ്റെ ഉള്ളിലൊരു ആകാംക്ഷ ഉണ്ടായി. അതിനോടുള്ള ബന്ധത്തിൽ വരുന്ന ദിവസങ്ങളിലെ ഒക്കെ പ്രാർത്ഥനകൾ അവിടെ നടന്നത് ഞാൻ ശ്രദ്ധിച്ചു. വളരെ പണം മുടക്കി നടത്തുന്ന ഒരു മഹായോഗമാണ്. എല്ലാ മീറ്റിങ്ങിലും എല്ലാ അവിടുത്തെ മണിക്കൂറുകളും ഞാൻ അറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഓടിച്ചോടിച്ച് പലരുടെയും പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് വളരെ പ്രയാസം തോന്നി, എനിക്ക് വളരെ ദുഃഖം തോന്നി വ്യക്തിപരമായി. ഒരു വേദഭാഗമെടുത്ത് അതിനകത്തെ ദൂത് പറയുവാൻ പലർക്കും കഴിയുന്നില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. എന്നാൽ മിക്കവരും ഈ മുൻപിലിരിക്കുന്ന സദസ്സിനെ കരങ്ങൾ അടുപ്പിച്ച് ഇളക്കുക എന്നുള്ള പദ്ധതിയാണ്. എല്ലാവരുടെയും ദൂത് നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ഇതാണ്: നിങ്ങളൊരു സംഭവമാകും. ഇതാണ് എല്ലാവരുടെയും കൂടെ ദൂത്. വിവിധ പാസേജുകളിൽ നിന്ന് അവർ പറയുന്നത് എല്ലാം കൂടെ ക്രോഡീകരിച്ചാൽ ഓരോരുത്തർ പറയുന്നതിൻ്റെയും മെയിൻ ദൂത് ഇതാണ്: നിങ്ങൾ വലിയ സംഭവമാകാൻ പോവുകയാണ്. എനിക്ക് വളരെ ഭാരം തോന്നി. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എൻ്റെ ഉള്ളത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രയാസമുണ്ടായി. അതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാകണം എന്നെൻ്റെ ഉള്ളത്തിലൊരു ആഗ്രഹം വന്നാണ് വാസ്തവത്തിൽ ഈ റെക്കോർഡിങ് ഇന്ന് ക്രമീകരിച്ചത്. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ഇവിടെയുള്ള ദൈവമക്കൾക്കറിയാം എന്ന് ഞാൻ ധരിക്കുകയാണ്. രണ്ട് നിലയിലെ പശ്ചാത്തലം പറയാം. ഒന്ന്, വൈഡർ കോണ്ടെക്സ്റ്റ്. രണ്ട്, ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. വൈഡർ കോണ്ടെക്സ്റ്റ് മത്തായി 5, 6, 7 ഈ അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെസ്സേജാണ്. ദൈവമക്കൾ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെയാണ് ഈ 3 അധ്യായങ്ങളിൽ വിശദീകരിക്കുന്നത്. ഒരു യഥാർത്ഥ ശിഷ്യനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസത്തെ കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. ആന്തരികമായ നീതി വീണ്ടും ജനനത്താലും ആത്മപ്രവൃത്തിയാലും ഉണ്ടാകുന്ന ആളുകളുടെയും ബാഹ്യമായ നീതിയിൽ നിന്ന് മനുഷ്യരെ മാത്രം കളിപ്പിക്കുന്ന
ആളുകളെയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റും ഈ 3 അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ മതനേതാക്കന്മാരായിരുന്നു ഫരീസയരും ശാസ്ത്രിമാരും. അവരുടെ ആത്മീകത കാപഠ്യമാണ് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ, കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ കടന്നു വന്ന ഒരു ദൈവ പൈതലിന് ആന്തരിക നീതിയാണ് ഉണ്ടാകുന്നത്. മതനേതാക്കന്മാരാകുന്ന ഫരീസയരും ശാസ്ത്രിമാരുടെയും ഭക്തി കേവലം ബാഹ്യമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും തോന്നിക്കാണില്ല. എന്നാൽ യേശു ഇത് സംസാരിക്കുമ്പോൾ യേശുവിൻ്റെ ഓഡിയൻസിന് ഷോക്കാണ്. സ്വർഗത്തിൽ ആരെങ്കിലും പോകുമെങ്കിൽ അത് ഫരീസയരും ശാസ്ത്രിമാരുമാണ് എന്ന് അന്നത്തെ സമൂഹം തെറ്റിദ്ധരിച്ചു. കാരണം അവർ പ്രാർത്ഥിക്കുന്നു, അവർ ഉപവസിക്കുന്നു, അവർ വചനം മനഃപ്പാഠമാക്കുന്നു, അവർ ഒരുപാട് ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നു, അനേകർക്ക് നന്മ ചെയ്യുന്നു, ദശാംശം കൊടുക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് പൊതുജനം ധരിച്ചത് ഇവരാണ് ആത്മീകർ എന്നതാണ്. കർത്താവിന് പറയാനുള്ളത് അത് മുഴുവനും ബാഹ്യമാണ്. അത് മാത്രം ചെയ്യുന്ന ഒരാള് നിത്യതയിൽ ദൈവത്തോടു കൂടി കാണുകയില്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഭരണമാണ്. ആ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ഭരണം ഒരുവനിൽ വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്നാണ് ദൈവപ്രസാദമുള്ള ജീവിതം പുറത്തേക്ക് വരുന്നത്. ഇപ്പം ഈ 3 അധ്യായങ്ങളിൽ ഈ കാര്യങ്ങൾ വളരെ വിശദമായി കർത്താവ് പഠിപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ വൈഡർ കോണ്ടെക്സ്റ്റ്. എന്നാൽ 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഉപസംഹാരം തുടങ്ങുകയാണ്. 13 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ കൺക്ലൂഷനാണ്. 13-14 വാക്യമാണ് വാസ്തവത്തിൽ ഉപസംഹാരത്തിൻ്റെ തുടക്കം. ഈ വലിയ പ്രസംഗം കർത്താവ് പ്രസംഗിച്ചിട്ട് ആളുകളെ വെറുതെ വിടുകയല്ല, ആളുകളെ ഒരു സമർപ്പണത്തിലേക്ക് നയിക്കുകയാണ്. മോശ പറഞ്ഞതുപോലെ ജീവനും മരണവും ഇതാ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ജീവനിലേക്ക് നയിക്കുന്ന വാതിലും വഴിയെയും നാശത്തിലേക്ക് പോകുന്ന വാതിലിനെയും വഴിയെയും കർത്താവ് ജനത്തിന് മുൻപിൽ വെക്കുകയാണ്. അവരെ ഒരു സമർപ്പണത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഈ പ്രഭാതത്തിലും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്വർഗത്തിൽ പോകുന്നത് ചുരുക്കമാണെന്ന യേശു പഠിപ്പിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു യോഗത്തിലിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉപദേശിയുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഉപദേശി ചരിഞ്ഞ് എൻ്റെ ചെവിയിലോട്ട് വന്ന് പറഞ്ഞു, പകുതി കൂടുതലൊന്നും പോകുന്നവരല്ല പാസ്റ്ററെ എന്ന്. ഇതൊരു വലിയ വാണിംഗ് ആണ്. വേർപെട്ട സമൂഹമെല്ലാം ചിന്തിച്ചിരിക്കുന്ന അവരെല്ലാം കൂടെ പോകുമെന്നാണ്. യേശുവിൻ്റെ വാക്കുകൾ അതിൻ്റെ ഗൗരവത്തിലെടുക്കുക. ഇവിടെ
2 വാതിലുകൾ, ഇടുക്കുവാതിൽ, വീതിയുള്ള വാതിൽ. 2 വഴി, ഞെരുക്കമുള്ള വഴി, വീതിയുള്ള വഴി. ഇതുവഴി 2 ഗ്രൂപ്പ് ആളുകളാണ്. ഞെരുക്കമുള്ള വഴിയെ ചുരുക്കം ആളുകൾ, വീതിയുള്ള വഴിയെ അനേകർ നടക്കുന്നു. ഇത് 2 ഡെസ്റ്റിനേഷനിലേക്കാണ് നയിക്കുന്നത്. ഞെരുക്കമുള്ള വഴിയെ ചുരുക്കം ആളുകൾ ജീവങ്കലേക്ക് പോകുന്നു. വീതിയുള്ള വഴിയെ അനേകർ, മെനി, അവര് നാശത്തിലേക്ക് പോകുന്നു. ഭൂരിപക്ഷം ആളുകൾ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് യേശു തമ്പുരാൻ പറയുന്നത് എന്താ വിശ്വസിക്കാൻ പാട്? ചുരുക്കം ആളുകളാണ് ജീവനിലേക്ക് പോകുന്നതെന്ന് യേശു തമ്പുരാൻ പറയുന്നത് വിശ്വസിക്കാൻ എന്താണ് ആളുകൾക്ക് പാട്? അങ്ങനെയല്ലേ? ഇനിയും ഇത് സംബന്ധിച്ച് നമ്മൾ ഈ ദൈവസഭയിൽ കാര്യമായി പഠിച്ചതാണ്. തിരുവല്ലായിൽ ഗിരിപ്രഭാഷണം മുഴുവനും ബൈബിൾ സ്റ്റഡിയായി എടുത്തതാണ്. എന്നാലും ആളുകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഏത്? ഈ ജീവങ്കലേക്ക് പോകുന്ന ചുരുക്കം ആളുകൾ സഞ്ചരിക്കുന്ന ഈ വഴി കണ്ടെത്താൻ തന്നെ പാടാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം മൈക്കിലൂടെ ഈ സമയത്ത് വായിക്കും. 13-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, അതിൻ്റെ 23-24 വാക്യം പ്രിയ മകൾ ഇവിടെ വായിക്കും. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിന്റെ വാക്കുകളാണിത്. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇത് വളരെ ഗൗരവമായി എടുക്കാൻ ഞാൻ വളരെ താഴ്മയോട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന വഴി, ഇറ്റ് ഈസ് എ ലോൺലി വേ. അധികം പേര് കൂടെ കാണില്ല. സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിലൂടെ കടപ്പാൻ, ആ വാതിലൂടെ കടപ്പാൻ പാടാണ്. അത് കണ്ടെത്താൻ പാടാണ്. ഇറ്റ്സ് എ ഹിഡൻ വേ. അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകരുത്. നമ്മൾ ഇതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ചുരുക്കം പേര് സഞ്ചരിക്കുന്ന ഈ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴി എന്ത്? ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വാതിൽ കർത്താവായ യേശുക്രിസ്തുവാണ്. ഐ ആം ദ ഡോർ. വഴി, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ജീസസ് ആണ് വഴി. ആ വഴിയെ ഞെരുക്കമുള്ളതാക്കുന്നത് ജീസസ് പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ്. അത് സ്വയത്യാഗത്തിൻ്റെ വഴിയാണ്. അത് ശിഷ്യത്വത്തിൻ്റെ വഴിയാണ്. അത് അനുദിനം ക്രൂശെടുത്ത് നടക്കുന്ന വഴിയാണ്. ഇത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഈ വഴി വളരെ ഹാർഡാണ് അത് കണ്ടുപിടിക്കാൻ. പൂർണ്ണ ഹൃദയത്തോടെ ഈ വഴിക്ക് വേണ്ടി സെർച്ച് ചെയ്തില്ലെങ്കിൽ യു വിൽ നോട്ട് ഈവൻ ഫൈൻഡ് ഇറ്റ്. ഇനി ഒരാളങ്ങ് ഫൈൻഡ് ചെയ്തെന്നിരിക്കട്ടെ, ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാകും ഇറ്റ്സ് വെരി ഹാർഡ് ടു എൻറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നാരോ ഡോർ. ബാഗേജും എല്ലാമായിട്ട് പോകത്തില്ല. ഈ ചില ബലഹീനത, ഈ പാപവും, അത് എല്ലാം കൂടെ ചേർന്നൊരു പാക്കേജ് ഡീൽ എന്നിട്ട് നമ്മൾ കയറുക. നോട്ട് അറ്റ് ഓൾ. ഇറ്റ് ഈസ് ഹാർഡ് ടു എൻറ്റർ. വിശ്വാസത്താലാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ വിശുദ്ധീകരണത്തിൻ്റെ വഴി
നിയമങ്ങൾ ഉള്ളതാണ്. എന്നെ ദൈവം നീതീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഞെരുക്കമുള്ള വഴി, വിശുദ്ധീകരണത്തിന്റെ വഴിയിലായിരിക്കും നടക്കുന്നത്. അല്ലാതെ നീതീകരിക്കപ്പെട്ടവൻ താൻ തോന്നിയായി നടക്കുന്നു എങ്കിൽ അവൻ വാസ്തവമായി നീതീകരിക്കപ്പെട്ടിട്ടില്ല പ്രിയരെ. പ്രവൃത്തിയാലല്ല ആത്മരക്ഷ എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവന് സൽപ്രവൃത്തി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് ആമുഖമായി ഞാൻ ഇത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇത് ഇത്രയും ഞെരുക്കമുള്ളത്? എന്താണ് ആളുകൾക്ക് ഇത് മനസ്സിലാകാത്തത്? സ്വയനീതി എന്ന് പറയുന്ന വിഷയം ഇവിടെയില്ല. പാപത്തെ നേരിടുന്നു, പൂർണ്ണമായ മാനസാന്തരം ഉണ്ടാകണം. കർത്താവായ യേശുക്രിസ്തുവിന് പൂർണ്ണ ഹൃദയത്തോടെ തങ്ങളെ തന്നെ താഴ്ത്തണം. കംപ്ലീറ്റ് ആയിട്ട് കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ സമർപ്പണമുണ്ടാകണം. കർത്താവിനെ അനുഗമിക്കണം എന്നിങ്ങനെയുള്ള വില കൊടുക്കണം. അതുകൊണ്ട് ഇതാരും പറയത്തില്ല, പ്രസംഗിക്കത്തില്ല, ഇങ്ങനെയൊരു ദൂതില്ല. ദൂതുകളെല്ലാം കൈയടിച്ച് ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്കുക എന്നാ പറയുന്നത്. എന്താണ് ഈ അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പൊ ആരാധനയിൽ പ്രസംഗികൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കരമടിക്കണം. കരമടിക്കുന്നതാണ് ആരാധനയായി അനുമാനിക്കപ്പെടുന്നത്. അങ്ങനെ ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ വിടുതൽ ഉണ്ടാകത്തില്ല, ചിലപ്പം ഏറ്റെടുത്തോണം. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിടുതൽ ഉണ്ടായിട്ട് സങ്കല്പിക്കണമെന്നാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു കൃത്യമായ അറിവില്ല. ജീസസ് ഇതൊന്നുമല്ല പറഞ്ഞത്. യേശു പഠിപ്പിച്ച പാഠങ്ങൾ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ 60% യേശുവിൻ്റെ ടീച്ചിങ്സ് ആണ് പ്രിയമുള്ളവരെ. 5, 6, 7 അധ്യായങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. ഗിരിപ്രഭാഷണം 10-ാം അധ്യായം, 13-ാം അധ്യായം, 18-ാം അധ്യായം, 24-ാം അധ്യായം, 25-ാം അധ്യായം. ഓൾ ദിസ് ഇസ് ടീച്ചിങ്സ് ഓഫ് ജീസസ്. നിങ്ങൾക്കൊരു റെഡ് ലെറ്റർ ബൈബിൾ ഉണ്ടെങ്കിൽ you will find the Bible in this passage is all marked in red. ജീസസ് നേരിട്ട് പറഞ്ഞത്. എവിടെയാണ് ഇതിന്റെ ദൂത്? എവിടെയാണ് ഇതിന്റെ എക്സ്പോസിഷൻ? എവിടെയാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ? ജനം വലയുകയാണ്. ഞാൻ അനേക വീഡിയോകൾ കണ്ടിട്ടാണ് ഈ സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായത് ശബ്ദത്തിൻ്റെ തരംഗത്തിലാണ് ഉണർവെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഭയങ്കര ഒച്ച വെക്കുക, അവിശ്വസനീയമാണ് ചിലരുടെ കപ്പാസിറ്റി. അതിന് ആ ഒച്ചയിലാണ് ഉണർവ്. എന്നിട്ട് ചില പ്രത്യേക ശബ്ദങ്ങൾ അവർ പുറപ്പെടുവിക്കുന്നു. ജനം മതിമറന്ന് കരങ്ങളടിക്കുന്നു. ഇത് ജീസസിനോടും ജീസസിന്റെ വചനത്തോടുമുള്ള അവഗണനയാണ്. ഇത് ദൈവസഭകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സാധുക്കളായ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതല്ല ദൈവം പാസ്റ്റേഴ്സിലോ ടീച്ചേഴ്സിലോ ആഗ്രഹിച്ചത്. നമ്മളിവിടെ നമ്മുടെ ഇന്റർസെസറി പ്രയറിൽ വേർപെട്ട സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടരാണ്. ഇത് വളരെ ഗൗരവത്തോടെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ പ്രാർത്ഥിക്കണം. നാം ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു. കൊറോണയുടെ കാലഘട്ടത്തിൽ ഏതാണ്ടൊക്കെ ഒരു പരുവത്തിൽ ഒതുങ്ങിക്കൂടി പോകുകയായിരുന്നു. ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ടായിരിക്കുന്നു. എല്ലാവരും പിന്നെ മുഴുബലത്തോടെ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. ഈ കൊറോണ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കേണ്ടിയിരുന്നു പല കാര്യങ്ങൾ. കുറഞ്ഞപക്ഷമായി 2 വർഷമെങ്കിലും ദൈവവചനം വായിക്കേണ്ടിയിരുന്നു, ധ്യാനിക്കേണ്ടിയിരുന്നു, പഠിക്കേണ്ടിയിരുന്നു.
അതെല്ലാം വിട്ടിട്ട് പഴയ പരിപാടിയിലേക്ക് ദൈവസഭകൾ പോകുന്ന ആ പ്രവണത കണ്ട് ഇറ്റ് ഈസ് ഹാർട്ട് ബ്രേക്കിംഗ്. ഇറ്റ് ഈസ് ഹാർട്ട് ബ്രേക്കിംഗ്. ഞാൻ ദുഃഖിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. 15-ാം വാക്യം, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. മതി. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ 13-14 വാക്യങ്ങളിൽ ഉപസംഹാരം തുടങ്ങുന്നു. ജീവങ്കലേക്കുള്ള വഴിയെക്കുറിച്ച് കർത്താവ് പറയുന്നു, നാശത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് വാർണിംഗ് ആയിട്ട് പറയുന്നു. പെട്ടെന്ന് 15-ാം വാക്യത്തിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. 13-14 വാക്യവുമായിട്ട് ഇതിനെന്താണ് ബന്ധം? ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്, വെറുതെ അല്ല കള്ളപ്രവാചകന്മാരെ കുറിച്ചൊരു മുന്നറിയിപ്പ് ഈ 15-ാം വാക്യത്തിൽ കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് ജീവനിലേക്കുള്ള വഴി ചുരുക്കം ചിലര് പോകും, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ കള്ളപ്രവാചകന്മാരെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കർത്താവ് പറയുമ്പോൾ ഇത് വളരെ ബോധപൂർവം കർത്താവ് പറയുകയാണ്. ഇതാ 14-ാം വാക്യവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കർത്താവ് വാസ്തവത്തിൽ പറയുന്നത്, ഈ കൂട്ടർ നിങ്ങളെ മിസ്ലീഡ് ചെയ്യും. എന്തുകൊണ്ട് ഈ ഞെരുക്കമുള്ള വഴി എനിക്ക് മനസ്സിലാകുന്നില്ല? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതല്ല പലരുടെയും പ്രസംഗ വിഷയം. കള്ളൻ ഇത് കാണിക്കത്തില്ല, കള്ളൻ മറിച്ച് നാശത്തിലേക്ക് പോകുന്നിടം കാണിക്കും. ഇത് വളരെ കോണ്ടെക്സ്റ്റിൽ വളരെ മീനിങ് ഫുൾ ആണ്. കർത്താവ് ഇത് ബോധപൂർവം തന്നെയാണ് പറഞ്ഞത് എന്നതാണ് എൻ്റെ വിശ്വാസം. അനേകർ വഞ്ചിക്കപ്പെട്ടു പോകും. പെരുവഴിയിലൂടെ പോവുകയാണ് അനേകർ, വഞ്ചിക്കപ്പെട്ടു പോയി. അവിടെ നരകത്തിലേക്ക് പോവുകയാണെന്നൊരു ബോർഡ് കണ്ടിട്ട് എന്നാ പിന്നെ നരകത്തിൽ പോകാം എന്ന് കണ്ടു പോവുകയല്ല, അതും സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് തെറ്റിദ്ധരിച്ചു പോവുകയാണ് പലരും. ഇത് വാസ്തവത്തിൽ അതിൻ്റെ വൈഡർ കോണ്ടെക്സ്റ്റിൽ ഫരീസയരും ശാസ്ത്രിമാരെയുമാണ് കർത്താവ് പറയുന്നത്. എടാ, ഈ ബാഹ്യമായിട്ടുള്ള നീതിയും സൽപ്രവർത്തികൾ കൊണ്ട് നീ പോകുന്നത് നാശത്തിലേക്കാണ്. നീ ചിന്തിക്കുകയാണ് നീ ഒരു വഴിയെ നടക്കുകയാണ്, പക്ഷെ ആ വഴി അത് ഞെരുക്കോ ഇടുക്കോ ഉള്ള വഴിയല്ല, അത് വീതിയുള്ള വിശാലതയുടെ വഴി. നിയമങ്ങൾ പാലിക്കണ്ട, പാപമുണ്ടെങ്കിലും സാരമില്ല. ഇത് ഫരീസയരും ശാസ്ത്രിമാരെയും കർത്താവ് തുറന്നു കാട്ടുകയാണ്. എന്നാൽ ചുരുക്കം ചിലർ ജീവങ്കിലേക്ക് പോകുന്ന ആ വഴിയെ സഞ്ചരിക്കുന്നവരാണ് കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ. ആന്തരികമായി രക്ഷാനിർണയം പ്രാപിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായി, ആ ഭരണത്തിൻ്റെ കീഴിൽ നിന്ന് അവരുടെ ആന്തരികമായി ഉള്ളിൽ നിന്ന് കവിഞ്ഞൊഴുകയാണ് നീതി, ദൈവപ്രസാദമുള്ള ജീവിതം. ആരാണ് ഈ വഞ്ചകർ? ഇവർ കള്ളപ്രവാചകന്മാരാണ്. ഇവരാണ് ചതിയന്മാര്. ഇവർ നിമിത്തമാണ് ആളുകൾക്ക് ജീവങ്കലേക്ക് പോകുന്ന വഴി മറച്ചു വച്ചിരിക്കുന്നത്, മറയപ്പെട്ടിരിക്കുന്നത്. ഇവർ നിമിത്തമാണ് ചുരുക്കം ചിലർ മാത്രം കണ്ടെത്തിയത്. ഇവർ പ്രൊമോട്ട് ചെയ്ത വഴിയാണ് ഈ വീതിയുടെ നാശത്തിലേക്ക് പോകുന്ന വഴി. ആ ദൂതുകൾ ഏറ്റെടുത്ത് അനേകർ സന്തോഷത്തോടെ പോവുകയാണ്. പക്ഷേ അവരുടെ സന്തോഷം താൽക്കാലികമാണ്. അത് നാശത്തിലേക്ക് പോകുന്ന വളരെ അപകടകരമായ ഒരു വഴിയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇത് മനസ്സിലാക്കണേ.
ക്രിസ്ത്യൻ ലൈഫ് ഇസ് നോട്ട് ഈസി ടു ലിവ്. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ക്രിസ്തീയ ജീവിതം, ശിഷ്യത്വ ജീവിതം പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഈസി അല്ല. ഇതിന് വില കൊടുക്കണം. കർത്താവ് തന്നെ ലൂക്കോസ് 14 പറയുന്നത് കൗണ്ട് ദ കോസ്റ്റ്. ശരിക്കും ക്രിസ്തീയ ജീവിതത്തിന്റെ വിലയെക്കുറിച്ച് നമുക്ക് ഒരു ശരിയായ ധാരണ ഉണ്ടാകണം. ശിഷ്യത്വത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ വിളി ഏറ്റെടുത്താൽ വില കൊടുക്കണം. The call to discipleship and the cost of discipleship. Count the cost. യേശു ആരെയും ചതിച്ചിട്ടില്ല. Search the scriptures. തിരുവെഴുത്തുകളെ പഠിക്കുക, അല്ലെങ്കിൽ നാം ചതിവിലാകും. കള്ളപ്രവാചകന്മാർ. ഈ പ്രവാചകൻ എന്ന വാക്ക് കൊണ്ടെന്താണ് അർത്ഥമാക്കുന്നത്? മലയാളക്കരയിൽ നമ്മുടെ ഇടയിൽ പ്രവാചകൻ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്നുണ്ടാകുന്നത് വ്യക്തിപരമായ ദൂത് പറയുന്ന, മകനെ മകളെ വിളിച്ചു പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് ഇത് എന്ന് നമ്മൾ ചിന്തിക്കും. തെറ്റില്ല, അവരുമുണ്ട്. പ്രവാചകൻ എന്ന വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് വചനം പറയുകയാട്ട്, പഠിപ്പിക്കുകയാട്ട്, പ്രസംഗിക്കുകയാട്ട്, പ്രവചിക്കുകയാട്ട്, എന്തും ചെയ്യാട്ടെ, ദൈവം സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് പറയുന്ന ആളാണ് പ്രവാചകൻ. ദൈവത്തിൻ്റെ നാവായി നിൽക്കുന്നു. കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ ക്ലെയിം ദൈവം സംസാരിച്ചു ഞാൻ പറയുകയാണെന്ന, പക്ഷേ ദൈവം സംസാരിച്ചിട്ടില്ല. അവൻ ഫോൾസ് ആണ്, അവൻ ഫ്രോഡാണ്. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വാതിലുണ്ട്, വീതിയുള്ള വാതിൽ. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വഴിയുണ്ട്, വിശാലതയുടെ വഴി. ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ശുശ്രൂഷകരുമുണ്ട്, മിസ്ലീഡിംഗ് മിനിസ്റ്റേഴ്സ്. അവരാണ് ഫ്രോഡുകൾ. അത് പാസ്റ്ററായിക്കോ, അത് പ്രവാചകനായിക്കോ, അത് ഇവാഞ്ചലിസ്റ്റ് ആയിക്കോ, ടീച്ചറായിക്കോ, അപ്പോസ്തലനായിരിക്കോ, ആരുമാകട്ടെ. ഇത് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ നിത്യതയെ ബാധിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. ഈ കള്ളപ്രവാചകന്മാർ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ കള്ള അപ്പോസ്തലന്മാർ, കള്ള ഉപദേഷ്ടാക്കന്മാർ, കള്ള ക്രിസ്തുക്കൾ, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഞാനൊരു സ്റ്റഡി നടത്തിയപ്പോൾ ഈ മത്തായി 7:15 കള്ളപ്രവാചകന്മാരെ മൂലഭാഷയിൽ സ്യൂഡോ പ്രൊഫെറ്റസ്, അതിൽ ആ സ്യൂഡോ എന്ന വാക്കിന്റെ അർത്ഥം ഫോൾസ് അല്ലെങ്കിൽ അൺട്രൂ, കളവ് പറയുന്നവൻ. എല്ലായിടത്തും ഈ വാക്ക് എഴുതിയിരിക്കുന്നത് 2 കൊരിന്ത്യർ 11:13 സ്യൂഡോ അപ്പോസ്റ്റോൾസ് എന്ന് പറഞ്ഞാൽ കള്ള അപ്പോസ്തലന്മാർ അവിടെ എഴുതിയിരിക്കുന്നു. 2 പത്രോസ് 2:1 സ്യൂഡോ ടീച്ചേഴ്സ്, സ്യൂഡോ ഡിഡാസ്കലോസ് എന്ന പ്രയോഗം, അർത്ഥം കള്ള ഇൻസ്ട്രക്ടേഴ്സ്, ഉപദേഷ്ടാക്കന്മാർ. ബൈബിൾ എത്ര ശക്തമായിട്ടാണ് ഇത് പറയുന്നത്. മത്തായി 24:24 സ്യൂഡോ ക്രൈസ്റ്റ്, സ്യൂഡോ ക്രിസ്റ്റോസ്, ഫോൾസ് ക്രൈസ്റ്റ്, കളവ് പ്രചരിപ്പിക്കുക, ദുർവ്യാഖ്യാനങ്ങൾ നടത്തുക,
തെറ്റിദ്ധരിപ്പിക്കപ്പെടുക, വചനത്തെ ട്വിസ്റ്റ് ചെയ്യുക, ഡിസ്റ്റോർട്ട് ചെയ്യുക. ഈ തരുണത്തിൽ ഞാനൊരു കാര്യം ദൈവമക്കളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. വചനം വേണ്ട നിലയിൽ കോണ്ടെക്സ്റ്റിൽ വ്യാഖ്യാനിക്കാതെ ഏതെങ്കിലും വാക്കോ വാക്യമോ എടുത്ത് മനസ്സിൽ തോന്നുന്നതെല്ലാം പറയുന്നത് ദൂത് തെറ്റാണ്. ഒരറിയപ്പെട്ടയാള് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസിൽ അദ്ദേഹം പറയുകയാണ്, എനിക്കിതിൻ്റെ സന്ദർഭവും കോണ്ടെക്സ്റ്റും ഒക്കെ അറിയാം, പക്ഷെ അതിലേക്ക് പോയാൽ എനിക്ക് റീമ പറയാനൊക്കത്തില്ല. ഞാൻ റീമയാണ് പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ റീമ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കാവശ്യമുള്ള ഒരു ദൂത് തരണമെങ്കിൽ അദ്ദേഹത്തിന് സന്ദർഭത്തിൽ നിന്ന് വാക്യങ്ങളെ അടർത്തി മാറ്റിയെങ്കിലേ ഒക്കൂ എന്നർത്ഥം. അതിൻ്റെ യഥാർത്ഥ സന്ദർഭത്തിൽ വ്യാഖ്യാനിച്ചാൽ നിങ്ങൾക്ക്, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള ദൂത് കിട്ടത്തില്ലെന്ന്. ടോട്ടലി ഫോൾസ് ആൻഡ് നോൺസെൻസ്. കോണ്ടെക്സ്റ്റിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ബോധ്യമായി നമുക്ക് ഇന്നത്തേക്കുള്ള ആപ്ലിക്കേഷൻ അതിനകത്തുനിന്ന് ലഭിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് കേട്ട് ചുമ്മാ ഇരുന്ന് കൈയടിക്കും, കാരണം എന്തോ പുതിയ സംഭവം. കള്ള അപ്പോസ്തലന്മാരുണ്ട്, കള്ള ഇടയന്മാരുണ്ട്, കള്ള ഉപദേഷ്ടാക്കന്മാരുണ്ട്, കള്ള ക്രിസ്തുക്കളുണ്ട്. എന്താ കാര്യം? റിയൽ ഒറിജിനൽ ഉണ്ട്. ഒറിജിനൽ ഉള്ളത് കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റുകൾ, സാത്താന്റെ ഏജന്റന്മാരുണ്ട്. ഇത് വളരെ കെയർഫുൾ അല്ലെങ്കിൽ നമ്മുടെ വിരുദ് നമുക്ക് നഷ്ടപ്പെടും. നമ്മളെ ആ ജീവനിലേക്കുള്ള വഴിയിൽ നിന്ന് മാറ്റുന്ന പ്രസംഗങ്ങളും പഠിപ്പിക്കരുതും കേൾക്കരുത്. സ്തോത്രം. കള്ളപ്രവാചകന്മാർ. എന്നാൽ ഇവിടെ ഈ 15-ാം വാക്യത്തിൽ ഈ കള്ളപ്രവാചകന്മാർ എന്തു പഠിപ്പിച്ചെന്നോ അവരവിടെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്ന എന്താണ് ഡാമേജ് എന്നോ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല കർത്താവ്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കർത്താവ് ഇത് വെറുതെ പറഞ്ഞതല്ല. ആ സമയത്ത് തന്നെ കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീടിൻ്റെ വെളിയിൽ ഗേറ്റിൽ എത്രയോ അടുത്ത് എഴുതിയിട്ടുണ്ട്, ബിവെയർ ഓഫ് ഡോഗ്സ്. അതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അകത്ത് ഡോഗ് ഉള്ളതുകൊണ്ടാ? അല്ല, അകത്ത് നമുക്ക് പുസി കാറ്റ്സേ ഉള്ളെങ്കിൽ അത് എഴുതി വെക്കേണ്ട കാര്യമില്ല. എന്നതുപോലെ ബിവെയർ ഓഫ് ഫോൾസ് പ്രോഫറ്റ്സ്, അവരെ സൂക്ഷിക്കാന്ന് പറയുമ്പോൾ ഓൾറെഡി നിലവിൽ അന്ന് കള്ളപ്രവാചകന്മാർ ഉണ്ട്. കർത്താവിൻ്റെ ആഗ്രഹം ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടായി മറഞ്ഞു പോകരുത്. ജീവങ്കിലേക്കുള്ള വഴി എല്ലാവർക്കും കണ്ടെത്തി അവരതുവഴി പോകണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആളുകൾ മറ്റേതിനകത്ത് പിടിക്കപ്പെടുന്നത്. കാരണം അത് കേൾക്കാൻ സുഖമാണ്, ത്രില്ലിംഗ് ആണ്. ഒരു ഇതുപോലെ തോന്നിയെന്നാ പറയുന്നത്. ഈ 13-14 വാക്യത്തോട് ചേർത്ത് നമ്മൾ ഈ 15-ാം വാക്യം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കർത്താവ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. കള്ളപ്രവാചകന്മാർ നിമിത്തമാണ് ജീവങ്കിലേക്കുള്ള വഴി മറയ്ക്കപ്പെട്ടിരിക്കുന്നത്, അനേകര് നാശത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കാൻ കാരണം. ഇനി ഈ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ വായിച്ചു. എന്നിട്ട് 15-ാം വാക്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. ഈ കള്ളപ്രവാചകർ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. അന്ന് മാത്രമല്ല, പഴയ നിയമ കാലഘട്ടം തൊട്ടേ ഉണ്ടായിരുന്നു. ഞാൻ ചില വാക്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. ആദ്യം ഞാൻ മോശ പറഞ്ഞ വാക്യം, പിന്നെ
എനിക്ക് ഈ ഗിരിപ്രഭാഷണത്തോട് ചേർന്ന് തന്നെ സത്യത്തിൻ്റെ പാതയെ മറച്ചു കളയുന്ന ചുരുക്കം ആളുകൾ മാത്രം ജീവങ്കിലേക്ക് പോകാൻ കാരണം ഇവരാന്ന് പറയുമ്പോൾ ഈ പ്രവണത പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു. അതുകൂടെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹമുണ്ട്. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ മോശ കണ്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെ വാക്ക് നീ കേട്ടനുസരിക്കരുത്. ചിലർക്ക് അത്ഭുതം കണ്ടാൽ അത്ഭുതം കാണിച്ചു ബ്രദറെ, അങ്ങനെ ആണേലും നീ വിശ്വസിക്കരുത്. അതെന്താണ്? നിന്റെ ഹൃദയത്തെ ജീവനുള്ള ദൈവത്തിൽ നിന്ന് മാറ്റുകയാണ്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. അതാണ് ഇവരെ അനുവദിക്കാൻ കാരണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. ദൈവവചനം അനുസരിക്കണം. ആവർത്തന പുസ്തകത്തിൽ തന്നെ. അപ്പൊ പഴയ നിയമം തൊട്ടേ ഇതുണ്ട്. ഞാൻ ചില വേദഭാഗങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ, ഇഷ്ടം പോലുണ്ട്. ഫോൾസ് പ്രോഫറ്റിന്റെ ലക്ഷ്യം എന്താണ്? ജീവനുള്ള ദൈവത്തിൽ നിന്നും ജനത്തെ മാറ്റുക. അതിന് അത്ഭുതങ്ങൾ ചെയ്യും. അത്ഭുതമല്ല ഒരാൾ ആത്മീകനാണെന്ന് കാണിക്കുന്നത്. ഇതെത്ര പറഞ്ഞാൽ നമ്മുടെ ആൾക്ക് മനസ്സിലാകില്ല. അത്ഭുതം മനസ്സിലാകാത്ത ഒരു അത്ഭുതമാണ്. അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. അത് ക്രിസ്തുവിങ്കിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അല്ലാതെ ഇത് ചെയ്തവനിലേക്കാണ് ചൂണ്ടുന്നതെങ്കിൽ there is a problem. ഇതൊരു വാണിംഗ് ആണിത്. ഈ അത്ഭുതം, അടയാളങ്ങൾ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെ വാക്ക് നീ കേട്ടനുസരിക്കരുത്. 8-ാം മാസം പറഞ്ഞു, 8-ാം മാസത്തിൽ ഏതാണ്ട് സംഭവിച്ചു. അതിനെന്നാ? ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുക. അതിന്റെ കാരണം കള്ളൻ നിന്റെ ഹൃദയത്തെ മാറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മത്തായി 7:13-14 ഈ വാക്യങ്ങളിൽ കാണുന്ന ചിന്ത, ദൂത്, അതിനോട് ചേർന്ന് പഴയ നിയമത്തിൽ കള്ളപ്രവാചകന്മാർ പറഞ്ഞ ദൂതുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ അവരെ തുറന്നു കാട്ടുന്ന ദൂതുകൾ. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം 13-14 വാക്യം. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു, പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്നവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായ ചികിത്സിക്കുന്നു. ദൂതെന്താണ്? വിടുതൽ. ഏറ്റെടുത്താൽ മതി, വിടുതലാണ്. ആരാധിക്കുക അല്പസമയം. ദൈവത്തിന്റെ വചനം പറയാ, സമാധാനം ഇല്ലാതെ ഇരിക്കെ പറയുന്ന ദൂതെന്താ? സമാധാനം സമാധാനം. പക്ഷേ കേൾക്കാൻ ഏതാ ഇഷ്ടം? അതാണ് ഇഷ്ടം.
ഈ പ്രവാചകന്മാർ ഓഫർ ചെയ്യുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് വേ ആണ്. ജീസസ് പഠിപ്പിക്കുന്ന നാരോ വേയിൽ വില കൊടുക്കണം. ഒരു ഓൾട്ടർനേറ്റീവ് വേ ആണ് ദ ബ്രോഡ് വേ. ഇതുപോലെയാണ് പഴയ നിയമത്തിലും യിരെമ്യാവിന്റെ കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാർ. ദേ ഓഫർഡ് എ ന്യൂ വേ, അനദർ വേ, an attractive way. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലായിരിക്കുമ്പോൾ 8-ാം അധ്യായം 11-ാം വാക്യം, സമാധാനം ഇല്ലാതെ ഇരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. അഗൈൻ 23-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, യെരുശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. ആരും തൻ്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നത്. കൊള്ളാം കൊള്ളാം. അവിടെ ന്യായവിധിയുടെ ദൂതില്ല. അവിടെ വിവേചിച്ചുകൊണ്ട് ദൈവാത്മാവ് ഇടപെട്ട് പാപബോധം വരുന്ന ദൂതുകളില്ല. പാപത്തിൽ നടക്കുന്നവനെ ധൈര്യപ്പെടുത്തുന്ന ദൂതാണ്. കാരണം എന്താ? പ്രവാചകനും സ്പെല്ലിംഗ് മിസ്റ്റേക്കില്ല. പക്ഷെ നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് നമുക്കൊരു കുറച്ച് പൈസ കൊടുത്താലോ, നാളെ വരണേ പാസ്റ്ററെ. ഈ പാസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്ക് ഏതാണ്ട് പോലെ തോന്നി. ഈ സകല ഏതാണ്ടും പെരുവഴിയിലൂടെ നടക്കുക. അവസാനം നിന്റെ ഏതാണ്ട് നിനക്ക് മനസ്സിലാകും. അപ്പോസ്തലന്മാരും കർത്താവും പ്രസംഗിച്ചത് ഇങ്ങനെയല്ല. അവരെല്ലാവരും എനിക്ക് സോദോം പോലെയും അതിലെ നിവാസികൾ ഗോമറ പോലെയും ഇരിക്കുന്നു. 23-ാമത്തെ അധ്യായം തന്നെ അതിൻ്റെ അടുത്ത വാക്യങ്ങൾ 16-17 വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജമുപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. എന്നെ നിരസിക്കുന്നവരോടവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. സഭയെ വഴക്കുണ്ടാക്കി ജീവിതത്തിൽ ക്രമക്കേട് വന്നവനോട് പ്രൈസ് ലോർഡ് ബ്രദർ, സമാധാനം. നീ പന പോലെ തഴിച്ചു വീഴും അല്ലേ? വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. ദൈവവചനമാണ് മാനദണ്ഡം. കള്ളന്റെ പരിപാടി കണ്ടോ? ഇത് അന്ന് മുതലേ ഉണ്ട്. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്ന് പറയുന്നു. അയ്യോ, വാട്ട് എ ഡിസെപ്ഷൻ! ഇത് കേൾക്കുമ്പോൾ നമുക്കെന്താ? ഇന്നലെയും കൊള്ളരുതായ്മ ചെയ്തു, പക്ഷെ ഇന്ന് വെളിപ്പെട്ട പ്രവാചകൻ പറയുന്നു ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നെ കാണുക, നിന്റെ വീട്ടിൽ തന്നെ ബഥേൽ പോലെ ചെറിയ ആരാധന വെളിപ്പെടുന്നു. എടാ, ഇവൻ കള്ളരെ, നിനക്കറിയത്തില്ലേ നീ കള്ളരാന്ന്? ഇത് നിന്നോട് ഇങ്ങനെ പ്രവചിച്ചാൽ അവനും കള്ളരാന്നറിയത്തില്ലേ? എൻ്റെ ഹൃദയം വളരെ ദുഃഖിക്കുകയാണ്. എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകില്ല. ദൈവത്തെ ഓർത്ത് ദൈവവചനം ഒന്ന് വായിച്ചാൽ മതി. ഇതിപ്പോൾ കേരളം, ഭാരതം മുഴുവൻ ഇതാണ്. പാപബോധം വരേണ്ട മെസ്സേജുകൾ പറഞ്ഞ് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാക്കേണ്ടതിന് നിനക്കിപ്പോൾ അഭിഷേകം കിട്ടാൻ പോവാ. നീ ഇന്ത്യ പിടിച്ച് കൊടുക്കുന്ന ഒരാളായിട്ട് മാറാൻ പോവാ. എന്നിട്ട് ഇത്രയും നാളായിട്ട് ഈ പിടിച്ചു കുലുക്കുന്ന ആള് വന്നില്ലല്ലോ. കൊറോണയ്ക്ക് മുൻപ് ഇതാണ് പറഞ്ഞത്, കൊറോണയ്ക്ക് ശേഷം ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പം പ്രസംഗിക്കുന്ന താങ്കൾക്ക് ഏതായാലും ഇതുണ്ടല്ലോ, താങ്കൾ പിടിച്ചു കുലുക്കിയോ? ഞാൻ ഈയിടെ ചിന്തിച്ചു പോയി. കാരണം നിങ്ങളൊന്നും ഇങ്ങനല്ല ഇരിക്കേണ്ടത്.
നിങ്ങൾക്ക് അഭിഷേകമില്ല എന്ന് പറയുമ്പോൾ എനിക്കുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? നിങ്ങളെല്ലാം ഒരു സംഭവമാകാൻ പോവാൻ. എടാ, ഞാൻ സംഭവമായിട്ടല്ലേ, നീ എന്ത് സംഭവമായി? ഇത്രയും ചിന്തിക്കാൻ ഈ അമ്മാമ്മമാർക്കും അച്ചാച്ചന്മാർക്കും കഴിയുന്നില്ലല്ലോ എന്നോർത്താണ് ദുഃഖം. പൗലോസ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു, പത്രോസ് എഴുന്നേൽപ്പിച്ചു, നിങ്ങളൊക്കെ എഴുന്നേൽപ്പിക്കണം. സാർ എഴുന്നേൽപ്പിച്ചോ? ഇങ്ങനെ പറഞ്ഞ ആളുകളെ ഇളക്കുക. മരിച്ചവരെഴുന്നേക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇതെന്തിനാണ് ഇത് പറയുന്നതിൻ്റെ ലക്ഷ്യം? ആളുകളെ ഇളക്കുക. ഇന്നിവിടെ ചിലത് സംഭവിക്കും. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷേകം ഇവിടെ വ്യാപരിക്കാൻ പോവുക. എന്നിട്ട് യോഗം കഴിഞ്ഞിട്ട് ആരിലേലും വ്യാപരിച്ചോ? പണ്ടൊരുത്തന് അങ്ങോട്ട് പ്രസംഗിച്ച് വന്ന പുള്ളിക്ക് നിൽക്കാൻ ഒക്കുന്നില്ല, ഇരിക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക വിഷയം വന്നപ്പോൾ എവിടാണ് ഇവിടുത്തെ മോർച്ചറി? ആളുകൾ ഞെട്ടിപ്പോയി. മോർച്ചറി പുള്ളിക്കുണ്ടെങ്കിൽ ഇപ്പോൾ സകല ശവങ്ങളെയും ഏതായാലും മിടുക്കന്മാർ കൂടെ ഉള്ളവർക്ക് അറിയാം സംഗതി എന്താന്ന്. ശ്രേഷ്ഠദാസനെ വണ്ടിക്കകത്ത് കൊണ്ടുപോയി. ഇതൊക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം. ഈ ഗിരിപ്രഭാഷണം പഠിച്ചോ? ഞെരുക്കമുള്ള വഴിയാണ് നടക്കുന്നത്. എത്ര സീരിയസ് ആണ് ഇത്, നിങ്ങൾ നോക്കിക്കേ. ആ 16-17 വാക്യം മോൾ ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് വായിക്കണം. ഇരമ്യാവ് 23:16-17 വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്കു കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്ത ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. എന്നെ അത് കേട്ടോ, നിരസിക്കുന്നവരോട് ദൂത് എന്താണ്? ഇതെന്താ? ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുക പ്രിയരെ. ദൈവത്തെ നിരസിക്കുന്നവരോട് കള്ളൻ പറയുന്ന വ്യാജമാണ്. എന്താണ് പറയുന്നത്? എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. എന്ന് യഹോവ അരുളി ചെയ്യാൻ അവന്റെ ജീവിതത്തിൽ അവൻ സമാധാനം അനുഭവിക്കത്തില്ല. ദൈവത്തെ നിരസിക്കുന്നവൻ സമാധാനം ഒരിക്കലും അനുഭവിക്കത്തില്ല. നിലനിൽക്കുന്ന ആന്തരിക സമാധാനം, when you are in conflict with God, when you are not reconciled with God, you have no lasting peace. പക്ഷെ പറയുന്ന ദൂതെന്താ? രാത്രി 10 മണിക്കും 10:30ക്കും ലോക്കൽ ഉപദേശി അറിഞ്ഞു വിളിക്കുന്നുണ്ട്, അറിയാതെ വിളിക്കുന്നുണ്ട്. അറിയാതെ വിളിക്കുന്ന എത്രയുണ്ട്? കുറെ അമ്മാമ്മമാര്. എടി, ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, ഭയങ്കരമാടി ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്, നിന്റെ അങ്ങോട്ടൂടെ വിളിയടി. പണ്ടൊരിക്കൽ ഒരുത്തന് ഒരാളോട് റേറ്റ് പറയുക എന്ന് പറഞ്ഞാൽ 3 കൊടുക്കണമെന്നോ അതാണ്ട. ഇതെല്ലാം കാശിന് വേണ്ടിയുള്ള തട്ടിപ്പാണ്. അടുത്തതെന്താണ്? തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെ, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം, ദൈവവചനത്തോട് മത്സരിക്കുന്ന ആളുകൾ, തങ്ങളുടെ ഹൃദയപ്രകാരം ശാഠ്യത്തിൽ നടക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്നും പറയുന്നു. എന്തൊരു ഡിസെപ്ഷനാ! ഇതിനകത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ആണ് ഉണ്ടാകുന്നത്. വ്യാജം പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ദൈവം നമുക്ക് അനുകൂലമാണെന്ന്. ഇറ്റ് ഈസ് ഫോൾസ്. യുവർ ബിൽഡിംഗ് വിൽ ക്രാഷ്. ഇതുകൊണ്ടാണ് ഞെരുക്കമുള്ള വഴി കണ്ടെത്താത്തത്. ഇതേ കാര്യം ഇതുപോലെയാണ് 7:15 കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക. ആ ഫ്ലോ ഓഫ് തോട്ട് അതാണ്.
ഇത് തന്നെ പഴയ നിയമത്തിൽ യെരമ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ജനത്തെ വഞ്ചിച്ച് പെരുവഴിയിൽ എന്നതുപോലെ നടത്തുക. ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റിയാ. ഞാൻ തന്നെ ഇത്രയും ഭാവമാകുന്ന ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കടോ, ഒരു കുഴപ്പമില്ല, ശക്തമായി മുന്നേറുക. ഇങ്ങനെയൊക്കെയല്ലേ ചില വാക്കുകൾ പറയുന്നത്. ശക്തമായി മുന്നേറുക. എത്ര ഭയാനകമാണിത്. വാസ്തവത്തിൽ ഇവരെയൊക്കെ എന്തായിരുന്നു? ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പറഞ്ഞ് അവരെ തിരുത്തി മാനസാന്തരത്തിലേക്ക് നടത്തുന്നതാണ് യഥാർത്ഥ പ്രവാചകൻ. കള്ളൻ കൊടുക്കുന്നത് ഗംഭീരമായിരിക്കും. ഉള്ളവരൊക്കെ രക്ഷിക്കപ്പെട്ടില്ലല്ലോ. എന്തുവാ, ന്യൂസിലൻഡിലോട്ട് ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുന്ന കാണുന്നു ഞാൻ. ഫ്ലൈറ്റിലല്ല, നീ റോക്കറ്റെ പോവും. എന്തിനാ ന്യൂസിലൻഡ്? ചന്ദ്രനിൽ പോവും. ന്യൂസിലൻഡിലൊക്കെ പണ്ട് പലരും പോയിട്ടുള്ളതല്ലേ. നീ റോക്കറ്റ് ചന്ദ്രനിൽ പോവും. ഇതൊക്കെയാണ് പറയുന്നത്, കേൾക്കുന്നത്. ദീസ് ആർ ഫോൾസ് പ്രൊഫസീസ്. ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ നിങ്ങൾ കേൾക്കരുതെന്ന ഈ 23-ാമത്തെ അധ്യായത്തിന്റെ 32-ാം വാക്യം. വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഭോഷ്കുകൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും. കേട്ടോ, അത് വ്യർത്ഥ പ്രശംസ. ഒരിക്കലും ഞാനൊരു യോഗത്തിനൊന്ന് കയറി ചെല്ലുക, അവിടുത്തെ യോഗത്തിന് കയറി ചെല്ലുക. എൻ്റെ ഒരു കസിനിൻ്റെ വീട്ടിലാ, ഞങ്ങൾ കുടുംബമായിട്ട് ചെന്നതാ. അവിടെ ഒരു ഉപദേശി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പം പ്രസംഗം അങ്ങ് നിന്നു. എടാ, ഞാനും ഓർത്ത് എന്തു പറ്റി. യോഗം കഴിഞ്ഞിട്ട് എൻ്റെ കസിനോട് പറയുകയാണ് പുള്ളിയുടെ കൂടെ ദൂതന്മാരുണ്ടെന്ന്. ഞാനോർത്ത് ഇത് നേരത്തെ നമുക്കറിയാമല്ലോ, അതെന്തിനാ പ്രസംഗം നിർത്തിയേ? ഇതൊക്കെ ചുമ്മാതെയാണ്. പുള്ളി കണ്ടോ ദൂതന്മാരെ? അത് പ്രശംസയാ, പൊക്കുക, കളത്തുക. വ്യാജസ്വപ്നങ്ങളെ വിവരിച്ച് ഭോഷ്ക് കൊണ്ട് വ്യർത്ഥ പ്രശംസ കൊണ്ടും എൻ്റെ ജനത്തെ തെറ്റിച്ച് കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഐ ആം അഗൻസ്റ്റ് ദം. പ്രശംസിച്ച് കിളത്തുമ്പോഴേ ഓർത്തോണം എന്തോ പ്രചനമാണെന്ന്. ഗുണപ്പെട് പ്രിയരെ, മാനസാന്തരപ്പെട്, മടങ്ങി ദൈവത്തിങ്കലേക്ക് വാ. പ്രത്യേകിച്ച് ഈ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് ദൂത് കേട്ട്. കാരണം NLG ചെന്നാൽ ദൂതില്ല. ഇവിടുന്ന് ഒരിക്കലും ഒരു കുടുംബം വിട്ട് ദൂതില്ലെന്ന്. ഇവിടെ ദൂതില്ല. ഇവിടുത്തെ ദൂതിത ജീസസ് പറഞ്ഞത് എടുത്തു പറയുക. എന്ത് ദൂതാണ് കേൾക്കേണ്ടത്? ബൈബിളിൽ എഴുതിയിട്ടുള്ള ദൂതിനപ്പുറത്ത് വേറെ ഒരു ദൂതുമില്ല. സ്തോത്രം. ഞാൻ വ്യക്തിപരമായ പ്രവചനങ്ങൾ ഇല്ല എന്ന് പറയുകയല്ല, അതൊക്കെ ഉണ്ട്. എന്നാൽ ബൈബിളിന്റെ ബൗണ്ടറിയിലാണ് ഇതെല്ലാം നിൽക്കേണ്ടത്. മോളെ, ആ ലാസ്റ്റ് ഭാഗം ഒന്ന് വായിച്ച 23:32. ഞാൻ അവരെ അയച്ചിട്ടില്ല, ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവർ ഈ ജനത്തിന് ഒട്ടും പ്രയോജനമായിരിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കള്ളപ്രവചനം അന്ന് നിലവിലുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. പഴയ നിയമ കാലഘട്ടം തൊട്ടേ ഉണ്ടായിരുന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ഇവരിങ്ങനെ വർദ്ധിക്കാൻ കാരണം? ജനത്തിന് ഇതാണിഷ്ടം.
ഇടുക്കുവാതിലും ഒക്കെ പറഞ്ഞാലേ ഒരിതില്ലൊരു എന്തുവാ ഇത്? അല്ല, നമുക്കൊന്ന് ആരാധിച്ച് സന്തോഷിച്ച് ഒന്ന് പോകണ്ടേ? ഇങ്ങനെയാ കാണിക്കുന്നത്. ഒരു വാക്യം നിങ്ങളെ കാണിക്കാം. മോളെ 5-ാം അധ്യായം, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം, അതിന്റെ 30-31 വാക്യം വായിക്കണം. വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം എങ്ങനുണ്ട്? പ്രവാചകനും പുരോഹിതനും ബായി ബായി, നീയും മേടിച്ചോ ഇച്ചരെ, എനിക്ക് കിട്ടുന്നതിന്റെ സംതിങ് ഒരു കമ്മീഷനും തന്നോളെ. വായിരുമോളെ, എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകും. എന്റെ ജനത്തിന് അതാ ഇഷ്ടം. എന്നാൽ അടുത്തത് കേക്ക്. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് വിഷയം. ഇപ്പോഴത്തെ ഒരു ശാസ്ത്രം ഇതാ, ജനത്തിന് ഇഷ്ടമുള്ളതാ ബ്രദറെ പറയേണ്ടത്. ജനം കേൾക്കേണ്ടതല്ല പറയേണ്ടത്, ജനത്തിന് ഇഷ്ടമുള്ളത്. ഇതാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പോൾ പ്രൊഫസൈ ചെയ്തത്. എൻഡ് ടൈമിൽ കർണരസകരമാകുന്ന കാര്യത്തിനു വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. പഥ്യ ഉപദേശം വേണ്ട. They want their ears to be tickled. ജനത്തിനിത് വേണം, ജനത്തിനത് വിളമ്പുന്നു, ചില്ലറ മേടിക്കാനുള്ളത് മേടിക്കുന്നു, എല്ലാവർക്കും സന്തോഷം, ജനത്തിനും സന്തോഷം, പറഞ്ഞവർക്കും സന്തോഷം. Praise the Lord. ഇതാണ് യവന്മാര് ഇങ്ങനെ കയറി തഴച്ച് വളരുന്നത്. പക്ഷെ വിഷയം ഇതാ, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു, എന്റെ ജനത്തിനോ അതിഷ്ടമാകുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ. ആദ്യം മുതൽ ഇവിടെ രക്ഷിക്കപ്പെട്ടു വന്നവർ പല കാറ്റഗറിയാ. ആദ്യമായി സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് ഇതിനകത്തായവരുണ്ട്, ഈ ചർച്ചിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. പല പെന്തിക്കോസിൽ നിന്ന് ഇവിടെ വന്നിട്ട് രക്ഷിക്കപ്പെട്ടവരുമുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു സംഘമുണ്ട്. വേറെ കുറെ ആളുകൾ പല പെന്തിക്കോസിലെ പാരമ്പര്യം പിടിച്ച് രക്ഷ വേണ്ട നിലയിൽ രക്ഷിക്കപ്പെടാത്ത അനുഭവത്തിലുള്ളവരുണ്ട്. അവർക്കിത് എത്ര ആണെങ്കിലും ഇത് പോവില്ല, കാരണം അവർക്കിഷ്ടം മറ്റേതാ. എൻ്റെ മോനെ കുറിച്ചൊന്ന് പറയാമോ? എന്താണ്? ഒരിക്കലും ഒരാള് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയാ, പക്ഷെ ക്ലിയർ ആകുന്നില്ല, മുറിഞ്ഞു പോകുന്നത്. പുള്ളിക്ക് ഇങ്ങനെ ദൈവം കൊടുക്കുന്ന വെളിപ്പാടുകൾ മുറിഞ്ഞു പോകുന്നു. മിടുക്കൻ കേക്കണേ, എത്ര മിടുക്കനാന്ന് എന്നോട് പറയാ, ഒരു 3 ദിവസം ഉപവാസം വെച്ചാൽ ഞാൻ വരാം. എന്തിനാ? റേഞ്ചിലേക്ക് വരാൻ. ഇപ്പൊ അത് റേഞ്ച് ശരിയായിട്ട് വരുന്നില്ല, മുറിഞ്ഞു പോകും. നിങ്ങളിത് ശ്രദ്ധിക്കുക. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരാൾ പറഞ്ഞതാ, ഒറ്റയടിക്ക് ഞാൻ ആളിനെ പിടിച്ചു. സ്തോത്രം. കാരണം എൻ്റെ വീട്ടിലിരുന്ന ഞാൻ ലോകത്തിൽ എവിടെ പ്രസംഗിച്ചാലും ദൂത് കർത്താവ് എന്നോട് സംസാരിക്കുന്നു. നിനക്ക് മുറിയുന്നുണ്ടോ? നീ റേഞ്ചിലല്ല. ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെ സൂക്ഷിക്കുക. ചക്കരവാക്കും മുഖസ്തുതിയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ചുമ്മാ ഇളക്കും, വെറുതെ നിങ്ങളുടെ കാശ് കളയാതെ. അല്ല ഭാഷ, ഏതായാലും വന്നതല്ലയോ, കള്ളമ്മ പറഞ്ഞാലും ഒരു 2000 കൊടുത്തേക്കാം. കൊടുത്താൽ അവന്റെ പണിക്ക് നീ കൂടെ കൂട്ടു നിൽക്കുക. You have a hand in all the false things that he said. Praise the Lord. ഇത് വളരെ ഗൗരവമുള്ളതായിട്ട് ദൈവമക്കൾ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുക.